ഇരിപ്പിടമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അലോഷ്യസ് സേവ്യർ. നാടൻ ഭാഷയെ പറഞ്ഞാൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് ഇത് കണ്ടകശനിയാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് VD സതീശനുമായി പരസ്യമായ പോർമുഖം തുറന്നത് അലോഷ്യസ് സേവ്യറാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടകാലവും തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിട്ടുള്ളത് പഴയ SFIക്കാരെയും ഒപ്പം പഴയ ABVPക്കാരനെയുമാണ് എന്നാണ് KSUക്കാർ പറയുന്നത്. അലോഷ്യസ് സേവ്യർ കടുത്ത ഭാഷയിൽ VD സതീശനെ കഴിഞ്ഞ ഏതാനും ദിവസമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശനാകട്ടെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പറയുന്നതനുസരിച്ചല്ല ഗവൺമെന്റ് പ്ലീഡർമാരെ തീരുമാനിക്കുന്നതെന്ന് കട്ടായം പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ പലതവണ ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ആദ്യം അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് VD സതീശനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ അന്ന് VD സതീശന് 2 പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവോണം ബമ്പർ പുറത്തിറക്കുക, രണ്ടാമത് കൊല്ലത്തുള്ള ഒരു പരിപാടി. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അലോഷ്യസ് സേവ്യറിന്റെ കൂടിക്കാഴ്ച നടന്നില്ല. VD സതീശൻ അനുവദിച്ചില്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഇന്നലെ എറണാകുളം തേവര കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ നേരിൽ കാണാൻ അലോഷ്യസ് സേവ്യർ ശ്രമിച്ചു. എന്നാൽ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം അലോഷ്യസ് സേവ്യറിനെ ഒഴിവാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തേവര കോളേജിന്റെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ് തേവര കോളേജിന്റെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തേവര കോളേജിന്റെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ് തേവര കോളേജിന്റെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് നമുക്കറിയാമല്ലോ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനമാണ്. KPCC ആസ്ഥാനത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അവിടെ PC വിഷ്ണുനാഥ് സ്വാഗതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അലോഷ്യസ് സേവ്യർ വേദിയിലേക്ക് കടന്നു വന്നത്. മന്ത്രി അങ്ങനെ ഓരോരുത്തരെയായി സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ ഇടിച്ചു കയറി വേദിയിൽ കസേര ഇട്ടിരിക്കുകയും ചെയ്തു. മന്ത്രി ഓരോരുത്തരെയായി ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യർ അങ്ങനെ വേദിയിലേക്ക് കടന്നു വന്നത്. പക്ഷേ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ കസേരയില്ല. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് ചുറ്റിക്കളിച്ചിങ്ങനെ നോക്കി, അവിടെ ഒന്നും കസേരയില്ല. ഉടൻ തന്നെ അലോഷ്യസിന് മുന്നിൽ ഒരു കസേര കണ്ടപ്പോൾ അദ്ദേഹം സ്വയം ആ കസേര എടുത്തിട്ട് വേദിക്ക് പിന്നിലായി താഴെ ആ കസേരയിലിരുന്നു. അതായത് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പോലും അലോഷ്യസ് സേവ്യർക്ക് ഇരിപ്പിടമില്ല. അദ്ദേഹം സ്വയം ഒരു കസേരയിട്ട് ആ വേദിക്ക് തൊട്ടടുത്ത് താഴെ ഇരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, മന്ത്രി PC വിഷ്ണുനാഥ് സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ അലോഷ്യസ് സേവ്യറിന്റെ പേരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വേദിയിൽ ഉണ്ടായിരുന്ന മന്ത്രി സണ്ണി ജോസഫ് ഇക്കാര്യം സ്വാഗതം പറഞ്ഞ മന്ത്രി PC വിഷ്ണുനാഥോട് പറഞ്ഞത്. PC വിഷ്ണുനാഥെ, ഇവിടെ നമ്മുടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ കൂടി ഒന്ന് സ്വാഗതം പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് PC വിഷ്ണുനാഥും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതും അദ്ദേഹം PC വിഷ്ണുനാഥ് അലോഷ്യസ് സേവ്യറിനെ സ്വാഗതം പറയുന്നതും. അങ്ങനെ അലോഷ്യസ് സേവ്യർ ഒരു വിധത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നീട് VM സുധീറിന്റെ പ്രസംഗത്തിന്റെ ഊഴമായി.
ആ സമയത്ത് അലോഷ്യസ് സേവ്യറിനെ ഈ നേതാക്കളെല്ലാം കൂടെ ഇടിച്ചു കയറി നിൽക്കുന്ന ആ വേദിയിൽ നിന്നും സ്വല്പം സ്ഥലമുണ്ടാക്കി താഴെ ഇരുന്ന അലോഷ്യസ് സേവ്യറിനെ എടുത്ത് മുകളിലേക്ക് വെച്ചു. അങ്ങനെ അലോഷ്യസ് സേവ്യർ അവിടെ ഇങ്ങനെ ജനിച്ചിരുന്നപ്പോഴാണ് VM സുധീരൻ പ്രസംഗം തുടങ്ങിയത്. പ്രസംഗം കത്തിക്കേറി അദ്ദേഹം ഇങ്ങനെ അവസാന നിമിഷത്തിലാണ് അലോഷ്യസ് സേവ്യറിന്റെ പേര് ഓർമ്മ വന്നതും അദ്ദേഹം വേദിയിലുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വന്നതും. അങ്ങനെ VM സുധീരൻ അവിടെ വേദിയിലിരുന്ന, അതായത് താഴെ ഇരുന്ന അലോഷ്യസ് സേവ്യർ ഇപ്പോൾ മുകളിലാണല്ലോ, ആ മുകളിൽ ഇരുന്ന അലോഷ്യസ് സേവ്യറിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ പരിഭവമൊക്കെ തീർക്കാനായിരിക്കണം ഒന്ന് വിളിച്ച് സദസ്സിന് പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഒളിയമ്പ് കൂടി ഉണ്ട്. VM സുധീരൻ അലോഷ്യസ് സേവ്യറിനെ വിളിച്ചു വരുത്തി പരസ്യമായി അഭിനന്ദിച്ചതിൽ അവിടെ VD സതീശനോടുള്ള ഒരു ഒളിയമ്പില്ലേ എന്നുള്ളതാണ് കോൺഗ്രസിനുള്ള ചോദ്യം. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എവിടെ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റേതായ തലത്തിൽ പ്രവർത്തിക്കുക. ആ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും നടത്തിയ ആ പ്രവർത്തന പശ്ചാത്തലം അത് കേരളത്തിലെ, ഇന്ത്യയിലെ തലമുറകൾക്ക് ഒരു മാതൃകയായിരുന്നു. VD സതീശന്റെ ശത്രുപാളയത്താണ് ഇപ്പോൾ KSU സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യർ നിൽക്കുന്നത്. അദ്ദേഹം VD സതീശനെതിരായി പരസ്യമായി പോർമുഖം തുറന്ന ആളാണ്. 2-3 ദിവസങ്ങളായി അദ്ദേഹം പരസ്യമായി FBയിലൂടെയും നേരിട്ടും VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ പരസ്യമായി വിളിച്ച് അഭിനന്ദിക്കുക വഴി സതീശന് എതിരായിട്ടുള്ള ഒരു ഒളിപ്പോരാണ് അല്ലെങ്കിൽ ഒരു സിഗ്നലാണ് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്ന് തന്നെയായാലും അലോഷ്യസ് സേവ്യറിന് ഇന്ന് സംഭവിച്ചതും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ അങ്ങോട്ട് പ്രായോഗികമാകുന്നില്ല. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നു, കണ്ടില്ല. എറണാകുളത്ത് പോയി ശ്രമിക്കുന്നു, അവിടെയും കാണാൻ കഴിയുന്നില്ല. പിന്നീട് ഇവിടെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഒരു വേദിയിൽ ഒരു കസേരയെങ്കിലും കിട്ടുമെന്ന് കരുതി അവിടേക്ക് വന്നപ്പോൾ അവിടെ കസേരയില്ല. പിന്നെ സ്വന്തമായിട്ടൊരു കസേര എടുത്തിരുന്നു. പിന്നീട് ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. മന്ത്രി സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ തന്റെ പേരില്ല. പിന്നീട് സണ്ണി ജോസഫിന് പേരെടുത്ത് പറയേണ്ടി വന്നു. അങ്ങനെ സണ്ണി ജോസഫ് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണുനാഥ് സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹത്തിന് പേര് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല VM സുധീരൻ മാത്രമാണ് അദ്ദേഹത്തിന് ഒരല്പമെങ്കിലും ആശ്വാസം കൊടുത്തത്. VM സുധീരൻ അദ്ദേഹത്തെ വിളിച്ച് വേദിയിൽ നിർത്തിയപ്പോഴാണ് അലോഷ്യസ് സേവ്യറിന് ഈ 2-3 ദിവസത്തെ ഒരു കണ്ടകശനിയുടെ ആ ഗ്രഹണം സ്വല്പം കുറഞ്ഞ് ഒരല്പം ആശ്വാസം കിട്ടിയത് VM സുധീരൻ വിളിച്ച് ആ വേദിയിൽ നിർത്തിയപ്പോഴാണ്. അലോഷ്യസ് സേവ്യറിന് കണ്ടകശനി തന്നെയാണെന്നാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറച്ചിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.